വിഷുക്കണി പുലർച്ചെ എഴുന്നേൽക്കുമ്പോൾ കാണുന്ന ആദ്യത്തെ ദൃശ്യം സമ്പത്ത്, ആരോഗ്യം, സന്തോഷം എന്നിവയുടെ പ്രതീകമായി വിളക്ക് വെച്ച് അലങ്കരിച്ച് സജ്ജമാക്കുന്നു. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാന ഇനങ്ങൾ നെല്ല്, വിഷുക്കണി പാത്രം സമ്പത്തിൻ്റെ പ്രതീകം, കണ്ണികൾ, അരയാൽപ്പഴം, നെയ്ത്തണ്ണ എന്നിവ ആത്മപ്രതിഫലനത്തിനും ശുദ്ധിക്കും, സ്വർണ്ണ നാണയങ്ങൾ, നാണയങ്ങൾ ഇവയൊക്കെ സമ്പത്തിനുള്ള പ്രതീക്ഷ, കൊന്നപ്പൂവ് വസന്തത്തിൻ്റെ പ്രതീകം, താലോലം, ചേരുവാഴ ഇവയൊക്കെ ഭാഗ്യത്തിനായി. ക്രമം: വിഷുവിൻ്റെ മുൻദിവസം രാത്രിയിൽ വീട്ടിലെ മൂത്ത സ്ത്രീ ഇത് ക്രമീകരിക്കുന്നു. കൃഷ്ണൻ്റെയോ ഗണപതിയുടെയോ മുൻപിൽ ഇവ വയ്ക്കുന്നു. ഉത്സവത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം: പുരാണങ്ങളും നാടോടിക്കഥകളും നിറഞ്ഞ ഒരു സമ്പന്നമായ ചരിത്രമാണ് വിഷുവിൻ്റേത്. നരകാസുരനെതിരെ ഭഗവാൻ കൃഷ്ണൻ നേടിയ വിജയത്തിൻ്റെയും സൂര്യദേവന്റെ തിരിച്ചുവരവിൻ്റെ കഥയുമായി ഈ ദിവസങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു. ആദ്യം കാണുന്ന കാര്യം എന്ന് വിവർത്തനം ചെയ്യുന്ന കണി എന്ന മലയാള പദത്തിൽ നിന്നാണ് കേരളത്തിൽ പ്രചാരത്തിലുള്ള ആചാരമായ വിഷുക്കണിയുടെ മൂലരൂപം. ഈ സാഹചര്യത്തിൽ വിഷുക്കണി എന്നാൽ വിഷുവിൽ ആദ്യം കാണുന്നത് എന്നാണ്. വിഷുക്കണി അലങ്കരിക്കാൻ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന സ്ത്രീക്കാണുള്ളത്. കൊന്നപ്പൂക്കൾ, വിഷുപ്പൂക്കൾ എന്നും അറിയപ്പെടുന്ന ഒരുതരം പൂവ്, തേങ്ങ, നാരങ്ങ, പണം, പുതിയ തുണി ഇവയൊക്കെ നിറച്ചൊരു വെള്ളിപ്പാത്രം, ഒരു സ്വർണ്ണാഭരണം, രാമായണം അല്ലെങ്കിൽ ഭഗവത്ഗീത തുടങ്ങിയവയെല്ലാം വിഷുക്കണിയിലെ കാര്യങ്ങൾക്കായി ഉരുളിയിൽ വെക്കുന്നു.